അപ്പൊ ബസ് യുവജനക്ഷേമ മന്ത്രി, കായിക മന്ത്രി കൂടിയായ അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷിന് ഭക്ഷണം നൽകിയതിന്റെ പേരിൽ CPI നേതാവിനെ പുറത്താക്കിയെന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഉം. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇത് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉണ്ടായ സംഭവമാണ്. ഇപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ ജയിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഐശ്വര്യ വിജയിച്ച് സ്വാഭാവികമായിട്ട് ഒരു വിജയാഹ്ലാദം അല്ലെങ്കിൽ വിജയപ്രകടനം ഉണ്ടാവും അവിടെ. അപ്പം അങ്ങനെ പോണ വഴിക്ക് ഇവർ നാട്ടുകാരാണ്, അതിലപ്പുറം എന്താ പറയുക ഒരേ അയൽവാസികളാണ്, അറിയുന്നവരാണ്. അപ്പം ഇത്തരത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീട്ടിൽ കയറുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഐശ്വര്യ ജയിച്ചു, ക്യാമ്പയിനിങ് എന്താ പറയുക എൻ്റെ എതിർ പാർട്ടിയാണ്, പക്ഷെ ആ ഒരു ബഹുമാനം മര്യാദ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പെരുന്നാൾ അല്ലെങ്കിൽ ഈദിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ എന്താ പറയുക സതീശനെ കോൺഗ്രസ് പുറത്താക്കാൻ പറ്റും. മുഖ്യമന്ത്രിയായിട്ട് വേദി പങ്കിട്ടു അല്ലെങ്കിൽ പിന്നീട് എന്താ പറയുക പ്രധാനമന്ത്രിയായിട്ട് പങ്കെടുത്തതിൻ്റെ പേരിൽ സതീശനെ പുറത്താക്കുന്നവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പം ഇത്രത്തോളം മതപ്പതിച്ച അധമഭാവ തലങ്ങളിലേക്ക് ഈ പാർട്ടി പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക നമുക്ക് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാഴ്ചയാണിത് ഈ സാധനം ഇപ്പോൾ കാണുന്നത്. അല്ല, വി.ഡി. സതീശൻ ജയിച്ചതിന് ശേഷവും ആദ്യം ചെന്നത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി കാണാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിങ്ങാണ്ടാണ് അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു. അതെ, അപ്പം ഇത്തരത്തിൽ അതൊരു എന്താ പറയാ ബഹുമാന അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്ട് ആണ് ആ സാധനം. അപ്പൊ ഇത്തരത്തിൽ ജയിച്ച ആളോടും, ജയിച്ചു എന്ന് മാത്രമല്ല അവരെ നാട്ടിന് കിട്ടിയ ഒരു മന്ത്രി കൂടിയാണ്. അവരെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കൂടി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീട്ടിലോട്ട് വന്നപ്പം പ്രകടനം പോകുമ്പോൾ വീട്ടിലോട്ട് വരുന്നു, നാട്ടുകാരാണ്, അറിയുന്നവരാണ്, വീട്ടിലോട്ട് കയറുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു, അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പേരിലാണ് ഒരു നേതാവിനെ, അബ്ദുൽ റഷീദ് എന്നാണ് ആളുടെ പേര്, അപ്പം CPI നേതാവാണ്, അദ്ദേഹത്തെ വിത്തിൻ ദ സെക്കൻഡ്സ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒഫീഷ്യൽ ലെറ്റർ കൊടുക്കുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ നീക്കം എന്ന് പറഞ്ഞത്. അല്ലാതെ എത്ര പരിഹാസ്യമാണെന്ന് നോക്കൂ. ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ പാർട്ടി അംഗത്വം തെറിപ്പിക്കുക എന്ന് പറയുമ്പോൾ CPI നേതാവാണെന്ന് തോന്നുന്നു അല്ലേ അദ്ദേഹം? ഈ മാസം 27-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒ.ജെ. ജനീഷ് വരുന്നതെന്ന് പറയുന്നത്. അതും പ്രകടനം ആ ഒരു സമയത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയനെ വിളിച്ചിട്ടുള്ള ലീഗിന്റെ പരിപാടികളുണ്ട്, അല്ലെങ്കിൽ എത്ര പരിപാടികൾക്ക് ഇവര് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇവരൊന്നിച്ച് നിൽക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. ഇപ്പൊ ഇവരെ എല്ലാവരെയും ഇതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമല്ലോ. വി.ഡി. സതീശന് വിരുന്നൊരുക്കിയ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയ പിണറായി വിജയനും ഇതുപോലെ തന്നെ ഇവര് പാർട്ടി മെമ്പർഷിപ്പ് കട്ട് ചെയ്തുകൊണ്ട് നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ ഇപ്പോൾ ഈ CPI എന്നൊക്കെ. ഈ പറഞ്ഞ പോലെ ആനി രാജ ഇവരൊക്കെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ പോയി സന്ദർശനം നടത്താറുണ്ട്. അന്ന് രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞപ്പം രാഹുൽ ഗാന്ധിനെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇവരൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പം അത്തരത്തിൽ പോകുമ്പോൾ അതിനകത്ത് രണ്ട് പാർട്ടികളാണ്, രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന രണ്ട് ഐഡിയോളജിക്കാരാണ്, കോൺഗ്രസ് ആയാലും CPI ആയാലും. അപ്പം ഇത്തരത്തിൽ പോകുമ്പം അവർക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത, അങ്ങനെ ന്യായീകരിക്കേണ്ടതാണെങ്കിൽ അവർ ആദ്യം ന്യായീകരിക്കേണ്ടത് ആ ഒരു ഇതിനൊക്കെയാണ്. ഉറപ്പായിട്ടും ഇവിടെ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കാണാൻ പോയിട്ട് ഗിഫ്റ്റ് കൊടുത്ത സംഭവങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെയും ഇതേ നടപടി തന്നെ സ്വീകരിക്കേണ്ടതല്ലേ? ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലൊരു പരിഹാസമായ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് അവർ പറയുന്നത് പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കി എന്നുള്ളതാണ് കാരണം കാണിക്കലായിട്ട് അവര് ഇതെല്ലാം റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒ.ജെ. ജനീഷിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തത് പാർട്ടിക്ക് എങ്ങനെയാണ് നാണക്കേടാവുന്നത്? ഇത് കളങ്കം എന്ന് പറയുമ്പം ശരിക്കും ഇത് വലിയ കളങ്കം തന്നെയാണ്. കളങ്കം അല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്വന്തം പാർട്ടി നേതാവിന്റെ അടിവയറ്റി ചോട്ടുന്നതൊന്നും ഒരു കളങ്കല്ല. സ്വന്തം പാർട്ടിക്കാരെ തെരുവിലിട്ടുങ്ങാണ്ട് സ്വന്തം മുന്നണിയിലെ നേതാക്കന്മാരെ തല്ലുന്നത് അതൊരു കളങ്കമൊന്നുമല്ല. അതിനെതിരെ പ്രക്ഷോഭം ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശമായ കാര്യമാണ്. ഇതൊരാൾ വന്ന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കളങ്കപരമായ കാര്യം തന്നെയാണ്. ഒരിക്കലും പൊറുക്കപ്പെടാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത, എന്താ പറയാ അതിനീചമായൊരു തെറ്റ് തന്നെയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മോഹൻലാലുമായിട്ടുള്ളൊരു അഭിമുഖത്തിലും പിണറായി വിജയൻ നന്മയുടെ പ്രതിരൂപമാണെന്ന് പറഞ്ഞിട്ട് PR ഏറ്റുപാടിയ ഒരു ഡയലോഗ് തന്നെ അതായിരുന്നു. പട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, അതായത് ആ ഒരു മുന്തിയനം പട്ടി ഉണ്ടല്ലോ വീട്ടില്, ആ പട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കാക്കകൾ അത് തിന്നാൻ വരും. അപ്പോൾ ഞാൻ പറയും, അതായത് പിണറായി വിജയൻ പറയും, ആ കാക്കകൾക്ക് കൂടി ഭക്ഷണം കൊടുക്കൂ, അവർ ഓടിച്ചു വിടരുത്, വിശപ്പാണ് വലുത് എന്ന് പറയും. ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു മോഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടത് ഇപ്പൊ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ PR ഏജൻസിയുടെ കുബുദ്ധിയിൽ വിരിഞ്ഞ ഒരു സാധനമായിരിക്കാം. എന്നാലും പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം കാക്ക കൂടി കഴിക്കണം, അല്ലെങ്കിൽ കാക്കകൾക്ക് കൂടി എക്സ്ട്രാ ഫുഡ് കൊടുക്കാൻ വരെ കരുതലുള്ള പിണറായി വിജയൻ ഭരിച്ച ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് CPIയുടെ അതേ പാർട്ടിയിൽ CPM CPI ഒരേ അച്ചുതണ്ടിലുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അങ്ങനെ ഒരാളെ ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കുന്നത്. ഇപ്പൊ ഇവര് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇവർ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്തായിരുന്നു ശരിക്കും?
അത് മാത്രമല്ല ഇപ്പൊ നമ്മള് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയത് ഒരു പ്രോഗ്രാമാണ് പൊതിച്ചോറ് കൊടുക്കൽ. അതെ. ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവർ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവർ ഈ സാധനം കൊടുക്കുമ്പം ഇപ്പൊ ഞാനൊരു CPI നേതാവാണ് അല്ലെങ്കിൽ SFI നേതാവാണെന്ന് വിചാരിക്കുക. ഞാനൊരു എന്താ പറയാ പൊതിച്ചോറ് കൊടുക്കുകയാണ്. അത് വേറെ പാർട്ടിക്കാരൻ അല്ലെങ്കിൽ ഒരു BJP കാരനായിരുന്നു, അല്ലെങ്കിൽ അയാൾ കൈ ഒടിഞ്ഞിക്കാണ്, ഞാൻ ചോറ് വാരി കൊടുത്തു. അത്രമാത്രം ആലോചിച്ചാൽ മതി, ഒരു SFI കാരൻ BJP കാരന് ഭക്ഷണം വാരി കൊടുത്തിരിക്കുന്നു. അതിമോശമായ കാര്യം, അല്ലെങ്കിൽ പൊറുക്കപ്പെടാൻ പറ്റാത്ത കാര്യമാണ് ഇതൊക്കെ. അല്ല, ഇവര് ഈ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ CPM അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാർക്ക് മാത്രമേ ഇത്രേ കൊടുക്കുള്ളൂ എന്ന് കൊടുക്കുള്ളൂ. പറഞ്ഞിട്ട് UDF-കാരൊക്കെ ഉണ്ടെങ്കിൽ മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് കൂടി പൊതിച്ചോറ് വിളമ്പേണ്ട അവസ്ഥയായിരിക്കും ഇപ്പോൾ. അപ്പൊ ആ കൂട്ടത്തിലുള്ള എത്രയോ ഇതര പാർട്ടികളിലുള്ള ആളുകൾ ഉണ്ടാവും. ഓരോ ഹോസ്പിറ്റലുകളിലും വരുന്നത് എല്ലാവരും സഖാക്കന്മാർ തന്നെ ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിന്റെ പേരിലും ഈ പൊതിച്ചോറ് കൊടുക്കുന്ന ചിന്ത ഉൾപ്പെടെയുള്ള പൊതിച്ചോറിനെ വാഴ്ത്തി പാടുന്നവരെല്ലാം പുറത്താക്കപ്പെടേണ്ടതല്ലേ? ശരിക്കും അബ്ദുൾ റഷീദിനോട് കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വിഷയം ജെനുവിനാണോ? ഇതിന്റെ കാരണം കാണിക്കൽ ഇങ്ങനെയാണ് എന്ന് മാധ്യമങ്ങളിൽ വരുന്നു. പക്ഷെ ഇത്തരം ഒരു കാരണം കൊണ്ട് ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൽ ഇനി കൂടുതൽ വിശദീകരണങ്ങളോ ന്യായീകരണങ്ങളോ വരാനുണ്ടോ? ഇതുകൊണ്ട് മാത്രം ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഇതൊരു തക്കതായ കാരണമായിട്ട് തോന്നുന്നില്ല. മാധ്യമങ്ങളിൽ വന്നതിന്റെയോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെയോ നമ്മൾ അറിഞ്ഞ ഭാഗം മാത്രമാണ് ഇതെങ്കിൽ കൂടുതൽ വിശദീകരണം വന്നാലേ നമുക്കും അത് ക്ലാരിഫൈ ചെയ്ത് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ ഈ പറഞ്ഞ പോലെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ബാക്കി ജില്ലാ കമ്മിറ്റി ഘടകങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല തോന്നുന്നു. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അവരെങ്ങനെ ഇതുകൊണ്ട് വിശേഷിപ്പിക്കണം എന്നുള്ളത് എനിക്കും അറിയില്ല. എന്തായാലും എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് മേ ബി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഗ്രൂപ്പ് വഴക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ടാവും. അല്ലാണ്ട് ജില്ലാ കമ്മിറ്റിയുടെയോ സംസ്ഥാന കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശപ്രകാരമുള്ള ഒരു നീക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായിട്ടും മൈക്കിനെതിരെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ആൾക്കാർക്ക് ഇതും നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിലൊരു റീസൺ ഇവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം വരുമായിരിക്കാം.